ജിതിൻ ദേവദ ഓരോ ദിവസവും വലിയ ലക്ഷ്യം നിശ്ചയിച്ച് നൽകി ചേർന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ BLOമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. വോട്ടർമാരെ നേരിൽ കാണുന്നതിന് മുൻപ് തന്നെ ഫോമുകൾ സ്കാൻ ചെയ്ത് എണ്ണം റിപ്പോർട്ട് ചെയ്ത ശേഷം വീടുകളിലെത്തിച്ചാൽ മതിയെന്ന് ഉദ്യോഗസ്ഥരുടെ വാക്കാൽ നിർദ്ദേശം കാരണം BLOമാർ ബുദ്ധിമുട്ടുകയാണ്. ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങി തെറ്റായ കണക്കുകൾ നൽകിയെങ്കിലും സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ കഴിയാത്തതിനാൽ BLOമാർ സമ്മർദ്ദത്തിലാണ്. ജോലിഭാരം അടിച്ചേൽപ്പിച്ച് SIR എന്തൊക്കെ പറയുകയാണ്. ഇതൊന്നും ഇങ്ങനെയൊന്നും ഇല്ല എന്നാണോ BJPയുടെ നിലപാട്? കാരണം ഞാൻ വായിച്ചത് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെ സംഘടന, നിങ്ങളുടെ NGO സംഘ് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ NGO സംഘ് പറയാം ഹാഷ്മി. ഇതിനകത്ത് നമുക്ക് ഈ ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ഫോം കളക്ഷൻ അനുവദിച്ചിരിക്കുന്ന സമയം നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ്. എനിക്ക് വിളിക്കാൻ സാധിക്കുന്ന സോഴ്സുകളുള്ള 1-2 EROമാരെയും AROമാരെയും BLO സൂപ്പർവൈസറെയും ഞാൻ വിളിച്ചിരുന്നു. കാരണം നിങ്ങളുടെ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ആധികാരികമായിട്ട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വിളിച്ചത്. വിളിച്ച സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ 4 ദിവസത്തെ ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു ടാർഗറ്റ് ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ അത് പറഞ്ഞാൽ എന്തിനാണ് ഈ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നത്? ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ കരുനാഗപ്പള്ളി തന്നെ ഒരു BLO ഇതിനൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, അദ്ദേഹം ജോലിക്ക് ഹാജരാവാത്തതിനാണ് അത് സംബന്ധിച്ച് പറഞ്ഞത്. 1 മാസത്തെ സമയമുണ്ട്. 2 ഹാഷ്മി, ഇത് വീടുകളിൽ പോയി ഇപ്പൊ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരികയല്ല, ഇത് വീടുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് 1600 പരമാവധിയുള്ള വോട്ടർമാർ ഒരു BLOയ്ക്ക്. സ്വാഭാവികമായിട്ട് ഒരു 300-400 വീട് വരും. ഈ 400 വീടുകളിൽ ഒരു 15 ദിവസം കൊണ്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ചില EROമാര് അവർക്ക് ടാർഗറ്റ് ഞങ്ങൾ ഇത്ര ചെയ്തു സാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അത് അവരാണ് അതിന് ഉത്തരം പറയേണ്ട ആൾക്കാർ, അതല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ അല്ല. നമ്മുടെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പണികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 2, ഞാൻ ഈ വൈറ്റ് കോളർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ഉത്തമമായ മറുപടി ഉണ്ടായിട്ടില്ല. അതായത് BJPയുടെ ഒഫീഷ്യൽ നിലപാട് ഇപ്പോൾ പോകുന്ന ഈ പ്രോസസ്സ് കൃത്യമാണെന്നും BLOമാരുടെ ആശങ്ക അത് തെറ്റാണെന്നും NGO സംഘം അടക്കം പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുമാണ് BJPയുടെ ഒഫീഷ്യൽ നിലപാട്, അല്ലേ? ഒരിക്കലുമല്ല. പിന്നെന്താണ് താങ്കൾ പറഞ്ഞു? എന്താണ് ആശങ്കകളുണ്ട് BLOമാർക്ക്? അല്ലല്ല, ഒരിക്കലുമല്ല. ആശങ്കകളുണ്ട് BLOമാർക്ക്. മതിയായ ട്രെയിനിങ് കൊടുക്കുന്നില്ലെന്നുള്ളത് നിങ്ങളുടെ തന്നെ ഒരു ഇതിൽ ടെലിഫോൺ സംഭാഷണത്തിൽ ഒരു ഏതെങ്കിലും ഒരു നിലപാട് പറ. ചില BLO ഏതെങ്കിലും ഒരു നിലപാട് പറ. ഇപ്പോൾ നടക്കുന്ന പ്രൊസീജിയർ അത് കൃത്യമാണോ ശരിയാണോ? തിരുത്തി പറഞ്ഞിട്ടുള്ളത് അല്ലല്ല, ഏതെങ്കിലും ഒരു നിലപാട് പറ. ഇപ്പോൾ നടക്കുന്ന പ്രൊസീജിയർ ശരിയാണോ കൃത്യമാണോ? ഈ പ്രൊസീജിയർ പോയി കഴിഞ്ഞാൽ ഈ ഡിസംബർ 4-നകം ഈ പണി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമോ? ഒന്ന് പറ. അതല്ലാതെ രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ നിലപാട് പറയല്ലേ? എന്താണ് രണ്ടും കൂടെ ചേർത്ത് കാശ്മി? നിങ്ങൾ ഈ 1 മണിക്കൂർ ചർച്ചയിൽ എനിക്ക് ആകെ 4 മിനിറ്റാ. അവസാനം വന്നിട്ട് വെറുതെ പറയരുത്. ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഹാഷ്മി. 1 മാസം കൊണ്ട് സുഖമായിട്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റും ഹാഷ്മി. ആശങ്കകളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചതും കൺസേൺസ് ഉണ്ട്, പരിഹരിക്കപ്പെടേണ്ട കൺസേൺസ് ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഒരു സ്ക്രീൻ അത് സംസ്ഥാന പട്ടികയാണ്. എങ്കിലും കോൺഗ്രസിന്റെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന് വോട്ടില്ലെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് കോളർ പൊളിറ്റിക്സ് എന്ന്. ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ നിശ്ചയിക്കുമ്പോൾ ആദ്യ സമയത്ത് നമ്മൾ നോക്കുന്നതാണ് വോട്ടർ പട്ടികയുടെ പേരുണ്ടോ എന്നുള്ളതാണല്ലേ. അതുപോലെ നോക്കാൻ കോൺഗ്രസിന്റെ ബൂത്ത് പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. അതാ പറഞ്ഞത്. പിന്നെ അങ്ങ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പട്ടിക അടിച്ചു, മൂത്രം ഒഴിക്കാൻ പറ്റിയില്ല. ഏത് നാട്ടിലാണ് ഹാഷ്മി നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? കേരളത്തിലാണോ? ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന് ഞാൻ അല്പം യൂറിൻ പാസ് ചെയ്തിട്ട് വെച്ച് സമ്മതിക്കാത്ത അത്ര ദുഷ്ടന്മാരാണോ കേരളത്തിലെ മലയാളികൾ? 81 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഹാഷ്മി കഴിഞ്ഞ 5 വർഷത്തിൽ മാനസിക സംരക്ഷണം അനുഭവപ്പെട്ട്. അപ്പൊ ഈ BLOമാര് പറയുന്ന വ്യാജമാണെന്നാണ് താങ്കൾ പറയുന്നത്? 81 ഏതെങ്കിലും ഒന്ന് പറ. നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നവും ഇല്ല, ഡിസംബർ 4 പൂർത്തിയാക്കാം. രണ്ടാമത് പറയുന്നത് ആശങ്കയുണ്ടെന്ന് പറയുന്നത് ഈ മനുഷ്യന്മാർക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്ന പറഞ്ഞ അവരുടെ ശബ്ദരേഖയാണ്. ഞങ്ങൾ ആത്മഹത്യാ മുൻപിലാണ് അവരുടെ ശബ്ദരേഖയാണ്. അത് വ്യാജമാണെന്നാണോ ഇതിന്റെ പറയുന്നത്? അതോ ചുമ്മാ പറയുന്നതാണോ പറയുന്നത്? ഒന്ന് പറ. മലയാളികൾ ഒരു പെൺകുട്ടി വന്നിട്ട് ഈ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണക്കായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒന്ന് മൂത്രമൊഴിച്ചോട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ കേട്ടത്തില്ലേ? ഇവിടെ പന്തളത്ത് അത് അതാ ശബ്ദരേഖയിട്ട് പെൺകുട്ടിയുടെ മനോഗതിയല്ലേ, മാനസികാവസ്ഥയല്ലേ? അങ്ങനെ ദുഷ്ടന്മാരൊന്നുമല്ല മലയാളികൾ. ജിതിൻ ദേവ് അതൊരു പെൺകുട്ടിയാണ്. എന്തോ പറയുന്നത്? എന്തോ ഈ പറയുന്നേ? അതൊരു പെൺകുട്ടിയാണ്. ജിതിൻ ദേവ് പറയുന്ന അങ്ങോട്ട് പെരുമാറാൻ പറ്റുമോ? ജിതിൻ ദേവ് പറയുന്ന പെരുമാറാൻ പറ്റുമോ? പെണ്ണുങ്ങളില്ലാത്ത നാടാണോ കേരളം? ജിതിൻ ദേവ് ഡിക്റ്റേറ്റ് ചെയ്യണോ? ജിതിൻ ദേവ് ഡിക്റ്റേറ്റ് ചെയ്യണോ? വീട്ടിൽ കയറി പോയി ചോദിക്കാൻ എന്തോ പറയുന്നത്? എന്തെങ്കിലും ക്ലാരിറ്റി എന്ന് പറയുന്നതിനകത്തുണ്ടോ? പൊതുവിടങ്ങളിൽ ശൗചാലയങ്ങളില്ലെങ്കിൽ അത് പിണറായി വിജയന്റെ കുഴപ്പമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിൽ കരുനാഗപ്പള്ളിയിൽ ഓച്ചിറയിലാണ് താമസിക്കുന്നത്. ആർക്കാ സംശയം? ഒരു വലിയ പ്രശ്നത്തിന് പൊതുവിടങ്ങളിലെ ശൗചാലയത്തിൽ ഒതുക്കുകയാണ് അതാണ് ഞാൻ തുടക്കം ചോദിക്കുന്നത്. ഇതിൽ BJPയുടെ നിലപാടെന്താ? നിങ്ങൾക്കൊരു നിലപാടുണ്ടോ? BLOമാർ പറയുന്നത് സത്യമാണോ കള്ളമാണോ?
VS ജിന്ദേവ്, ഈ BLOമാരുടെ ആശങ്ക സത്യമാണോ കള്ളമാണോ? നിലപാടുണ്ട്. ഹാഷ്മിക്കാണ് നിലപാടില്ലാത്തത്. അല്ല, അങ്ങ് പറയൂ. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു വെക്കണം. അല്ല, അങ്ങ് പറയൂ. മൊത്തം പ്രശ്നമാണ്, പൗരത്വം അല്ല, അങ്ങ് പറയൂ. VS ജിന്ദേവ്, ഈ ദിവസങ്ങൾ പുറത്തേക്ക് വരുന്ന എന്താണ് 100ഓളം അല്ലെങ്കിൽ 100-നടുത്ത് വരുന്ന ഈ ശബ്ദരേഖകൾ BLOമാരുടെ ആശങ്ക സത്യമാണോ വ്യാജമാണോ? ഒറ്റ വാക്കിൽ പറ, അവിടെ ഇവിടെയും പറയാതെ. BLOമാരുടെ ആശങ്കകൾ സത്യമാണോ വ്യാജമാണോ? ഒരു പെൺകുട്ടിക്ക് മൂത്രം ഒഴിക്കാൻ പോലും അനുവാദിക്കാത്ത ദുഷ്ടന്മാരാണ് മലയാളികൾ എന്ന് ഞാൻ പറയണോ ഹാഷ്മി? അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത് വ്യാജമാണോ? പെൺകുട്ടിക്ക് മൂത്രം ഒഴിക്കാൻ സമ്മതിക്കാത്ത അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത് വ്യാജമാണോ? ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ പറയുന്നത് വ്യാജമാണോ? എല്ലാം വ്യാജമാണോ? ഒരു മൂത്രമൊഴിക്കൽ ചുരുക്കല്ലേ? ആശ്രമത്തോട്ട് വരും. അനീഷ് ജോർജ് CPM-ന്റെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ അവർ കൊലപ്പെടുത്തിയ ആണ്. CPM ആണ് കൊലയാളികൾ. കൊലപ്പെടുത്തിയത് CPM ആണ്. ആ മനുഷ്യനെ ഭീഷണിപ്പെടുത്തി. ശരി ജിൻഡോ, അപ്പൊ കാര്യം വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം അല്ലല്ല, ഒരു മിനിറ്റ് ജിൻഡോ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന് ഫോം ഒന്നും മനസ്സിലാവുന്നില്ലെന്ന്. ജനന തീയതി ഒരു നിമിഷം ഞാൻ പറഞ്ഞു. ഞാൻ എന്തായാലും നിങ്ങൾ എനിക്ക് 4 മിനിറ്റ് ജനന തീയതി എവിടെയാണ് സംശയമുള്ള ഫോമിൽ? ജനന തീയതി ഹാഷ്മി, ജനന തീയതി, ആധാർ നമ്പർ ഓപ്ഷണൽ, അറിയാൻ പറ്റാത്തതാണോ? മൊബൈൽ നമ്പർ, പിതാവിന്റെ പേര് അറിയാൻ പറ്റാത്തതുണ്ടോ? പിതാവിന്റെ എപ്പിക് നമ്പർ, ദാറ്റ് മീൻസ് വോട്ടർ ID കാർഡ് നമ്പർ അറിയാമെങ്കിൽ, ലഭ്യമാണെങ്കിൽ, മാതാവിന്റെ പേര്, പങ്കാളിയുടെ പേര്. ഇതിനകത്ത് എവിടെയാണ് ഹാഷ്മി പ്രശ്നമുള്ളത്? ഇതിനകത്ത് ആകെ പ്രശ്നം വരുന്നത് നിങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മാറി. ഇപ്പൊ ഹാഷ്മി എറണാകുളത്താണ് താമസിക്കുന്നത്. 2025-ലെ പട്ടികയിലുണ്ട്, 2025-ലെ പട്ടികയിലുണ്ട്, 2002-ലെ പട്ടികയിലില്ല. രക്ഷിതാവ് മരിച്ചുപോയി, എന്ത് ചെയ്യും? 2025-ലെ പട്ടികയിലുണ്ട്, 2025-ലെ പട്ടികയിലുണ്ട് ഒരാൾ, 2002-ലെ പട്ടികയിലുണ്ട് ഇല്ല. രക്ഷിതാക്കൾ മരിച്ചുപോയി, എന്ത് ചെയ്യും ദേവേ? എല്ലാം അറിയാന്നുള്ള പറഞ്ഞു തരൂ. പറഞ്ഞു തരാം. 2002-ലെ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓഫീസുകളിലും എത്തിച്ചിട്ടുണ്ട്. BLOമാർക്ക് കൈമാറിയിട്ടുണ്ട്. ആപ്പിൽ ഒരു പ്രദേശത്തെ പട്ടി വരിക. മരണപ്പെട്ടു പോയി, പറയട്ടെ, അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി. പ്രോജനിയായിട്ട് അച്ഛനെയോ അമ്മയെയോ അപ്പൂപ്പനെയോ അമ്മുമ്മയോടോ പേരെഴുതിയാൽ മതി. എന്തായാലും അമ്മുമ്മയോ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. മനുഷ്യൻ മതി. ഒന്നുകൂടെ പരിശോധിക്കണം. പ്രോജനിയായിട്ട് ഇവരുടെ പേര് താങ്കൾ ശരിയാണ്. ഒന്നുകൂടെ പരിശോധിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.